ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പോൾ നിൽക്കുന്നത് കൊടൈക്കനാലിലാണ് കേട്ടോ. ഗൈസ്, കൊടൈക്കനാലിൽ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾ നോക്കിക്കേ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. ബാക്ക് നോക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പം പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ താമസിക്കാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതൊരു സ്റ്റോൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ അഡ്വഞ്ചർ ഹൈക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കോട കാരണം ഇപ്പം നോർമലി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്റ്റേ. അപ്പോൾ ഇന്ന് ഈ അഡ്വഞ്ചർ ഹൈക്കിൻ്റെ വിശേഷങ്ങളാണ്. ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ. കൊടൈക്കനാലിൽ തന്നെ ഒരു ഹയ്യസ്റ്റ് പീക്കിലിരിക്കുന്ന ഒരു മൗണ്ടൻ്റെ മേളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഞാൻ ഒരു 4-5 പ്രാവശ്യം ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇത് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്യുകയാണ് കേട്ടോ ഗൈസ്. അപ്പം ഒരു ഹെവൻ ഓൺ എർത്ത് ഫീലാണ്. അതെ അതെ, ലൈക്ക് നമ്മളെ ചുറ്റും ഫുൾ ക്ലൗഡ്സും ഭയങ്കര സൂപ്പർ. ഇടയ്ക്ക് മറ്റേ ക്ലൗഡ് ബെഡ് പോലെയൊക്കെ വരും. അതെ അതെ അതെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇവിടെ ഫുൾ ഈ പ്രോപ്പർട്ടി മൊത്തം ഇപ്പം കോടയിൽ കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. സ്ക്രാംബ്ലർ ഇതാ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഓട്ടിക്കാനും ഭയങ്കര ട്വിസ്റ്റീസൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് അഡ്വഞ്ചർ ഹൈക്കിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നോക്ക് ഗൈസ്, ഈ ഒരു വൈബെന്ന് പറയുമ്പം വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. കൊടയിൽ എപ്പം വന്നാലും നമ്മളൊരിക്കലും കൊടയിൽ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്ന് പറയണതിൻ്റെ കാര്യം ഇതാണ്. ഈ ക്ലൈമറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം നോക്കിയാലും. അപ്പോൾ നമ്മുടെ ഏകദേശം സെയിം ലെവലിലാണ് ഈ ക്ലൗഡ്സ് നിൽക്കുന്നത്. ഇനി ചില സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ക്ലൗഡ് ബെഡ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ക്ലൗഡ്സ് ഇതിൻ്റെ താഴെയായിട്ട് കറച്ച് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി ഈ ഒരു സ്റ്റോൺ ബിൽഡിങ്ങിലെ റൂംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം കേട്ടോ ഗൈസ്. ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് തന്നെയാണ്. അത്യാവശ്യം നല്ല ആംബിയൻസും ഉള്ള റൂമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു 2 ബെഡഡ് റൂമാണ്. 2 ബെഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 4 പേരെയൊക്കെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു ഫാമിലി റൂം കൂടെയാണ്. അപ്പോൾ 4 പേർക്ക് സുഖമായിട്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഈ റൂമിൽ നിന്ന് ഒരു കണക്റ്റഡ് ആയിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസന്റ് ബാൽക്കണിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ റെനോവേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം ബാൽക്കണി ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ അത്യാവശ്യത്തിന് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂംസും ഈ ഒരു റൂമിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ബിൽഡിങ്ങിൽ തന്നെ 4 ബെഡുള്ള വേറെ റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ 6 ബെഡഡ് റൂംസും ഉണ്ട് കേട്ടോ ഗൈസ്. നൈറ്റ് ഡിന്നറിന് സമയമായിട്ടുണ്ട്. നല്ല ചൂട് ദോശ, ചപ്പാത്തി, അതുപോലെ തന്നെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ ഗൈസ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് ഫുഡിൻ്റെ? അടിപൊളി, സൂപ്പർ ടേസ്റ്റ് അല്ലേ? അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഇതിപ്പോൾ നോർമൽ ദോശ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഊത്തപ്പം പോലെ ഒരു ഉള്ളിയും ടൊമാറ്റോ അങ്ങനെയൊക്കെ ക്യാരറ്റ് അങ്ങനെ സംഭവമൊക്കെ ഇട്ട ദോശയാണ്. പിന്നെ ചപ്പാത്തി ഉണ്ട് കേട്ടോ. അങ്ങനെ അടിപൊളി ചിക്കൻ കറിയാണ്. നല്ലൊരു ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് പോലെയും പിന്നെ അങ്ങനെ ഒരു പ്രത്യേക ഒരു മസാലയൊക്കെ ഇട്ട ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഗൈസ്. മസാലയ്ക്ക് നല്ല വ്യത്യാസം, നല്ല ടേസ്റ്റ്. ഭയങ്കര ഈ അപ്പം ദോശ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഗൈസ്, ഇത് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇന്നലത്തെ ക്ലൈമറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ക്ലൈമറ്റ് ആയിട്ട് ഗൈസ് ഇന്ന്. അപ്പോൾ നല്ല ക്ലിയർ സ്കൈ ആണ്. അപ്പോൾ നമുക്ക് നല്ല ഓപ്പൺ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. നമുക്ക് താഴത്തെ മൗണ്ടൻ വ്യൂസ് ഒക്കെ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പം വെയിലാണെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു മൂടൽ മഞ്ഞൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ. അപ്പോൾ എന്തായാലും ഞാനിനി ഇവിടെ നടന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇനി ക്യാമ്പിംഗ് സൈറ്റും ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് അവരുടെ ഒരു കിച്ചൺ ഏരിയ ഇവിടെയാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് ക്യാമ്പിംഗ് സൈറ്റാണ് അങ്ങോട്ട്. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ അവർ ഇവിടെയും ക്യാമ്പ് ഫയർ ഇടുന്നതായിരിക്കും. ശരിക്കും കഴിച്ച് ഇങ്ങോട്ടാണ് ക്യാമ്പിംഗ് സൈറ്റ്. രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഈ ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഗൈസ്.
അത് പിന്നെ നമുക്ക് രാത്രി പിന്നെ ക്യാമറയിലൊന്നും അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കണ്ടാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റൂ. നല്ലൊരു പ്രത്യേക ഒരു വ്യൂ ആണ് നമുക്ക് രാത്രി ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ടെന്റ് സ്റ്റേ എന്നുള്ള വ്യൂവും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല ഒരു ഓപ്പൺ മൗണ്ടൻ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് രാത്രിയാകുമ്പോൾ അവർ ഈ ഒരു സ്പേസിൽ തന്നെ അവർ ക്യാമ്പ് ഫയറും അവർ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ടെന്റ് സ്റ്റേയിലുള്ള ആൾക്കാർക്കെല്ലാം സെപ്പറേറ്റ് ക്യാമ്പ് ഫയർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. പിന്നെ അത് മാത്രമല്ല നമ്പർ ഓഫ് പേഴ്സൺസ് അനുസരിച്ച് അവർ ഇതുപോലെ ടെന്റ് നമുക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യും കേട്ടോ ഗൈസ്. നമുക്ക് ഒരിക്കലും ഇവിടെ ഷോർട്ടേജ് വരത്തില്ല. അപ്പോൾ ടെന്റ് അവരുടെ കയ്യിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ വരികയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ടെന്റും എക്സ്ട്രാ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പെർ ഹെഡ് ആണ് കേട്ടോ ഗൈസ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടെന്റ് സ്റ്റേക്ക് 1500-നും 2000-നകത്താണ് പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്യുന്നത്. അതിന് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ 3 നേരത്തെ ഫുഡും ഈ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നലെ സ്റ്റോൺ ബിൽഡിംഗിന്റെ അക്കോമഡേഷന് ആയ റേറ്റ് എന്ന് പറയുമ്പോൾ 3000 ആണ്. 3000 പെർ ഹെഡ് ആണ് ആയത്. അതിൽ 3 നേരത്തെ ഫുഡും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡിന് തന്നെ അവർക്ക് അവരുടെ വേറൊരു ഒരു വില്ലയാണ് കേട്ടോ ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെയിം പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റോൺ കോട്ടേജ് ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെയാണ് അവർക്ക് ഇതേപോലെ ഒരു വില്ലയും കൂടെ ഉണ്ട്. വില്ലയുണ്ട്. ഇത് അവിടെ നേരെ നമുക്കൊരു ഗ്ലാസ് ഹൗസ് കാണാം. ആ ഗ്ലാസ് ഹൗസും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പം ഗ്രൂപ്പ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 2-3 ഫാമിലി ഒരുമിച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ സ്റ്റേ ആണ് ഈ ഒരു വില്ലയുണ്ട്. വില്ല 3 BHK വില്ലയാണ് കേട്ടോ ഗൈസ്. ഈ വില്ല ഇപ്പം റീസെൻ്റ്ലി അവർ സെറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഗ്ലാസ് ഹൗസ് മിനിമം 8 പേര് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് അവരത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് റേറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ അവർക്ക് ഈ ഒരു വില്ലയുണ്ട്, ആ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. പിന്നെ വീണ്ടും അവരിതിപ്പം ഇവിടെ വേറൊരു ഒരു വില്ല പോലെ, ഒരു വലിയൊരു വില്ല പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു 2-3 സ്റ്റേ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ക്യാമ്പിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ഗൈസ്. പിന്നെ റേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സീസൺ അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ. ഇന്നലെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഇന്ന് കുറച്ച് വെയിലായിപ്പോയി, പക്ഷെ എന്നാലും എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡിലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി സ്റ്റേ ആണ് കേട്ടോ ഗൈസ്. നിങ്ങളിപ്പം ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയിട്ടായാലും കപ്പിൾസ് ആയിട്ടായാലും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ എന്തായാലും അവരെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് ഇത് കൊടയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹയ്യസ്റ്റ് പീക്കിൻ്റെ മേളിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും ഇവർക്ക് ചെറിയൊരു ബാൽക്കണിയുടെ ഒരു വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അത് ഉടനെ തന്നെ ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബാൽക്കണിയിലോട്ട് ഇറങ്ങി ഇരിക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് കയറിയൊന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.